ഹലോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം ഗൈസ്. അപ്പൊ ഇന്ന് ഒരു തപ്നേലി കണ്ടോൽ തന്നെ ബ്ലാക്ക് ഹാർട്ട് FF പോലെ വെറും 10 മിനിറ്റില് 15 എനിക്കറിയാം. 10 മിനിറ്റില് ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്യാപ് കട്ട് പ്രോ ഇല്ലാണ്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നുണ്ട് ഗൈസ്, എങ്ങനെ എഡിറ്റ് ചെയ്യാന്ന്. അവരൊരു അധികം ഒന്നും പറഞ്ഞ് ലാഗടിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് കടക്കാം ഗൈസ്. ഹേ ഗൈസ്, അപ്പോൾ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് പ്രോട്ടൺ VPN ആണ്. പ്രോട്ടൺ VPN നല്ല VPN ആണ്. 15 സെക്കൻഡ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് എഫക്ട്സ് ഒക്കെ ലോഡായി കിട്ടും. വേറെ ഇതൊന്നും പോലല്ല, VPN പോലല്ല. നമുക്കപ്പോൾ ക്യാപ് കട്ടിൽ കയറാം. നിങ്ങൾക്ക് വേണ്ട ക്ലിപ്പ് നിങ്ങൾ ആഡ് ചെയ്യുക ഗൈസ്. ഞാൻ ഇപ്പോൾ ഇവിടെ ഓൾറെഡി ആഡ് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾ അത് നിങ്ങളുടെ ക്യാരക്ടർ നടുക്കിലേക്ക് കൊണ്ടുവരാം ഗൈസ്. ഞാനിപ്പോൾ ബ്ലാക്ക് ഹാർട്ട് FF പോകണില്ലെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഞാൻ റെഫറൻസിന് വേണ്ടിയാണ്. അങ്ങനെ തന്നെ ഒരു മനസ്സിലായി, ഇടയ്ക്കിടയ്ക്ക് ബ്ലാക്ക് ഹാർട്ട് എങ്ങനെ വീഡിയോ ചെയ്തേക്കണേ നോക്കണ്ട, ഇവിടെ തന്നെ കൊണ്ടുവന്ന് നോക്കാം. റെഫറൻസിന് വേണ്ടി ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ക്യാരക്ടറില്ലേ, നിങ്ങൾ ആഡ് ചെയ്ത ക്ലിപ്പ്, ആ ക്ലിപ്പ് നിങ്ങൾ നടുക്കിലേക്ക് കൊണ്ടുവരാം. മറ്റേ ക്യാരക്ടറിനെ നടുക്കിലേക്ക് കൊണ്ടുവരാം, ചെറുതാക്കിയിട്ട് ബ്ലാക്ക് ഹാർട്ട് FF പോലെ. എന്നിട്ട് നിങ്ങളുടെ ആ ക്ലിപ്പ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക ഗൈസ്. നിങ്ങളുടെ ഇപ്പോൾ ചെയ്തേക്കുന്ന ക്ലിപ്പ് ഉണ്ടാവില്ലേ, ഇപ്പം ഞാൻ ഇവിടെ നടുക്കിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, അത് നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നിങ്ങളത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അപ്പുറത്തെ ഭാഗത്തേക്ക് വേണ്ടത് അത് നിങ്ങൾ ഓവറിലേക്ക് വെക്കുക. നിങ്ങൾ എന്നിട്ട് സ്റ്റാർട്ടിങ്ങിലേക്ക് കൊണ്ടുവന്ന് വെക്കുക ഓവറിലെ. എന്നിട്ട് നിങ്ങൾ ആ ഓവറിലെ ക്രോപ്പ് ചെയ്യണം. നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ വരാം. അത് നിങ്ങൾ മാപ്പില്ലേ, നമ്മുടെ ബ്ലാക്ക് ഹാർട്ട് FF ചെയ്തേക്കുള്ള മാപ്പ് നിങ്ങൾ ക്രോപ്പ് ചെയ്തെടുക്കുക ഗൈസ്. ഇങ്ങനെ ഞാൻ ചെയ്തേക്കുള്ള തന്നെ ഇതുപോലെ ക്രോപ്പ് ചെയ്തിട്ട് നമ്മുടെ മാപ്പ് എവിടെ ഇരിക്കുക അവിടെ തന്നെ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക നമ്മുടെ ക്ലിപ്പ്. എന്നിട്ട് അത് പിന്നെ ഓവറിലേക്ക് കൊണ്ടുവരാം, സ്റ്റാർട്ടിങ്ങിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് നിങ്ങളുടെ കില്ലിലെ ഇപ്പോൾ ബ്ലാക്ക് ഹാർട്ട് FF അവിടെ കില്ല് കൊണ്ടുവന്ന് വെച്ചേക്കണ പോലെ നിങ്ങളുടെ കില്ല് അവിടെ കൊണ്ടുവന്ന് വെക്കുക ഗൈസ്. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പാട്ടിൽ ബീറ്റ് ആഡ് ചെയ്യുക. ഞാൻ ഇവിടെ ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ് ഇവിടെ. പിന്നെ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ബീറ്റ് ആഡ് ചെയ്തില്ലേ, ആ ഭാഗത്ത് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ സ്പ്ലിറ്റ് ചെയ്ത് നോക്കുക. ഞാൻ ഇവിടെ ഓൾറെഡി സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ഫേസ് വരില്ലേ നിങ്ങളുടെ ക്യാരക്ടറിൻ്റെ, ആ ഫേസ് തന്നെ ഭാഗം നിങ്ങൾ എടുത്തു വെക്കുക ഗൈസ്. ഇനി ഞാൻ അവിടെ ഓൾറെഡി എല്ലാം ചെയ്ത് വെച്ചേക്കുന്ന കാരണം അറിയാമല്ലോ, നിങ്ങൾക്കത് ഇവിടെ കാണാൻ പറ്റും. ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നിങ്ങൾ അതിന് ശേഷം നിങ്ങളുടെ പേര് വന്നിട്ടുണ്ടാവില്ലേ, അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഗ്ലോയിങ് എഫക്റ്റൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇവിടെ ഷെയ്ക്കും സൂമിങ് ലെൻസാണ് ആഡ് ചെയ്യേണ്ടത് ലാസ്റ്റ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ എഫക്ട്സിലേക്ക് നിങ്ങൾ ആദ്യം ചെല്ലുക. അതിനുശേഷം ഈ കാണുന്ന എഫക്റ്റ് ഷെയ്ക്കും സൂമിങ് ലെൻസ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ബ്ലാക്ക് ഹാർട്ട് FFൽ കാണാൻ പറ്റും, അവൻ വിഗ്നെറ്റും സൂമിങ് ലെൻസും ഷെയ്ക്കൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതുപോലെ ആഡ് ചെയ്യാം. ഇവിടെ നിങ്ങൾ ഷെയ്ക്ക് എടുക്കുക. എന്നിട്ട് കുറച്ച് തൊട്ട് മുമ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് വലിച്ചു വെച്ചേക്കുക. കീ ഫ്രെയിം ഇവിടെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഞാൻ അറിയാണ്ട് ആഡ് ചെയ്തതാണിപ്പോൾ. നിങ്ങൾ അതിൽ ചെന്നിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും അടിയിൽ. അതിന് മുമ്പ് നിങ്ങൾ ഒബ്ജക്റ്റ് എടുത്തിട്ട് നിങ്ങൾ ഓളിയാക്കി വെക്കുക. എന്നിട്ട് നിങ്ങൾ ഇത് അഡ്ജസ്റ്റ്മെൻ്റ് എടുത്തിട്ട് നിങ്ങൾ സ്പീഡും ഇൻറ്റൻസിറ്റി ഉണ്ടാവും. നിങ്ങൾ ആദ്യം സ്പീഡ് ഒരു 10 ഇൻറ്റൻസിറ്റി ഒരു 8 അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് ആ ഷെയ്ക്ക്, ചെറിയൊരു ഷെയ്ക്ക് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. കീ ഫ്രെയിം നിങ്ങളവിടെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് ഇവിടെ. അതിനുശേഷം നിങ്ങൾ ആ മറ്റേ നമ്മുടെ ഫേസ് വന്ന ഭാഗമില്ലേ, അത് ഞാനവിടെ ഫ്രീസാക്കി വെച്ചേക്കണ ഗൈസ് അവിടെ. അത് നിങ്ങൾ സൂമിങ് ലെൻസ് ആഡ് ചെയ്യുക. അവിടെ തൊട്ട് ആ സ്റ്റാർട്ട് ചെയ്യണ ഭാഗം ഫ്രീസായിട്ടുള്ള നമ്മുടെ ആ ഭാഗം നിങ്ങൾ ഇതാക്കുക, അവിടെ തൊട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അതിൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല, നിങ്ങൾ സ്പീഡ് ഒരു 15 ഇൻറ്റൻസിറ്റി ഒരു 5 വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പതുക്കെ സൂം ചെയ്തായിരിക്കും അതിൻ്റെ അങ്ങോട്ട് പോകുന്നത്. ഇനി നമുക്ക് ആ ഗ്ലോയിങ് ആയിട്ടുള്ള ടെക്സ്റ്റ് എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. ഇതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ
ചാനലിൻ്റെ പേര് അടിച്ചു കൊടുത്തിട്ട് ഫ്രീ ഫയറിൽ എല്ലാവരും അടിക്കുന്ന പോലെ ഫോർ എ റീസൺ അടിക്കുക. എന്നിട്ട് അത് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നേരെ നോട്ട് വീഡിയോ ആപ്പ് ഉണ്ടാവും, അതിൽ ന്യൂയിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ റെഡ് കളർ ന്യൂവിൻ്റെ പ്ലസ് ബട്ടൺ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് മീഡിയ സെലക്ട് ചെയ്യുക, മീഡിയ വീഡിയോ എടുക്കുക. എന്നിട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ആ പേരുണ്ടാവില്ലേ, ആ പേര് നിങ്ങൾ എടുക്കുക. ഇതിനുശേഷം അടിയിൽ കാണാൻ വെള്ള പ്ലസ് നോക്കിയിട്ട് അസസ്റ്റ് സ്റ്റോറി നിൽക്കുക. എന്നിട്ട് അതിൽ ആദ്യം കാണുന്നതിന് അത് നിൽക്കുക, ഗ്ലോയിൽ ആദ്യത്തെ ഗ്ലോയിൽ നിങ്ങൾ നിൽക്കുക. അതിന് ശേഷം നിങ്ങൾ ഇതിവിടെ കുറച്ച് നമ്പേഴ്സ് കൊടുത്തിട്ടില്ലേ പ്ലസിൻ്റെ ചിഹ്നം പോലെ, അതിൽ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച് മേലേക്ക് ആക്കി കഴിഞ്ഞാൽ കൂടെയും അടിയിലാക്കിയാൽ കുറയുകയും ചെയ്യും ഗൈസ്. അപ്പോൾ നിങ്ങൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ വെക്കുക. അതിനുശേഷം നിങ്ങൾ നേരെ അത് എക്സ്പോർട്ട് ചെയ്യാനുള്ള ബട്ടൺ അടിയിലുണ്ട്, അതിൽ എക്സ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾ ക്യാപ്കട്ടിലേക്ക് വരാം. ക്യാപ്കട്ടിലേക്ക് വന്നതിന് ശേഷം നമ്മൾ അത് ഇട്ടില്ലേ, അത് ഓവറിലേക്ക് കൂടെ നിങ്ങൾ ആഡ് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾ അടിയിൽ സ്പ്ലൈസസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഒരു ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. എൻ്റെ കയ്യിൽ ഇപ്പോൾ എന്തോ ഒരു ഇഷ്യൂ ആരും കാണിക്കുന്നില്ല. നിങ്ങൾ ഫസ്റ്റ് തന്നെ ലൈറ്റൻ സെലക്ട് ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വെക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ ബ്ലാക്ക് കാർഡിനെ പോലെ ബ്ലാക്ക് ആർട്ട് FF പോലെ എഡിറ്റ് ചെയ്യാൻ. പിന്നെ ലാസ്റ്റത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മുകളിലത്തെ എക്സ്പോർട്ട് ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഈ എഡിറ്റ് ഇല്ലേ, ഈ വീഡിയോയിൽ എടുക്കുന്നത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ എഫക്റ്റ് ഒന്നും ഇല്ലാണ്ട് എല്ലാം കഴിഞ്ഞിട്ട് എടുക്കൂലേ നമ്മൾ ഒരു പ്രാവശ്യം കൂടി, അങ്ങനെ എടുക്കുക. നിങ്ങൾ ഈ എഫക്റ്റിൻ്റെ ഇതൊന്നും ഉണ്ടാവരുത്. അങ്ങനെ എടുത്തിട്ട് നിങ്ങൾ ഈ പോർഷൻ കണ്ട നമ്മുടെ ഫേസ് തന്നെയാണ് അവിടെ വന്നിട്ട് പിന്നെ സ്പ്ലിറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആ ഫിൽറ്റേഴ്സിലേക്ക് പോവുക, ഇവിടെ കാണുന്ന ഫിൽറ്റേഴ്സിലേക്ക് പോവുക. എന്നിട്ട് നിങ്ങൾ മേളിൽ അഡ്ജസ്റ്റ് എന്ന് പറയുന്നുണ്ടാവും, അഡ്ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഈ ബ്രൈറ്റ് എന്ന് കാണില്ലേ, അവിടെ നിങ്ങൾ ഏറ്റവും ഇങ്ങോട്ട് പോകും. അപ്പോൾ വിഗ്നെറ്റ് ഉണ്ടാവും. വിഗ്നെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 4 കോർണറിൽ നിന്നും ബ്ലാക്ക് കളറില്ല ആ സാധനം. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള അത്രയിൽ നിങ്ങൾക്ക് വെക്കാം. ഞാനൊരു പറയുന്നത് 20ആണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. എഡിറ്റിംഗ് പറയുന്നത് വലിയ പാടൊന്നുമില്ല, നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. അപ്പം എല്ലാവരും ഇതേപോലെ എഡിറ്റ് ചെയ്യുക. പിന്നെ ഇതേപോലത്തെ കുറേ വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ഇടാം, പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം എല്ലാവരും സന്തോഷമായിരിക്കുക. ഇനിവരും നിങ്ങൾ ആ ചാനൽ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇടാം. എല്ലാവർക്കും ബൈ, ഹാപ്പി വാലന്റൈൻസ് ഡേ.